ബഹുമാനപ്പെട്ട ന്യൂനപക്ഷ കായിക ഹജ്ജ് വകുപ്പ് മന്ത്രി ഇന്ന് ഔദ്യോഗിക ആവശ്യാർത്ഥം ഡൽഹിയിൽ പോയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഡിമാൻഡിൻ്റെ മുകളിൽ ബഹുമാനപ്പെട്ട ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രിക്ക് വേണ്ടി ബഹുമാനപ്പെട്ട നിയമം, വ്യവസായം, കയർ വകുപ്പ് മന്ത്രി മറുപടി പറയും. സർ, നമ്മുടെ നേരത്തെ ബഹുമാനരായ മന്ത്രിമാർ പറഞ്ഞതുപോലെ പ്രതിപക്ഷം ഇല്ലാത്ത സഭയിലാണല്ലോ മറുപടി പറയുന്നത്. പക്ഷേ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതും രാവിലെ പറഞ്ഞതും ഘടകവിരുദ്ധമാണ്. രാവിലെ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണെങ്കിൽ മന്ത്രിമാരെ ഈ സഭയിൽ സംസാരിക്കാനേ അനുവദിക്കില്ല എന്നായിരുന്നു. ഇതാണ് ആ അനുവദിക്കാത്ത രീതി എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത്. രാവിലെ പ്രഖ്യാപിച്ചതാണ് മന്ത്രിമാരെ പ്രസംഗിക്കാൻ അനുവദിക്കില്ല എന്നാണ്. പക്ഷെ ബഹുനേരായപ്പോൾ മാറി നിങ്ങൾ യഥേഷ്ടം പ്രസംഗിച്ചോ, ഞങ്ങൾ പറഞ്ഞതൊക്കെ തുറന്നു കാണിക്കുന്നത് താങ്ങാനുള്ള കരുത്തില്ല എന്ന് പറഞ്ഞ് അവരങ്ങ് ഇറങ്ങി പോയിരിക്കുകയാണ്. അതെ അതെ, അവർ പോയ കാര്യം ഇപ്പോൾ അറിയാമല്ലോ. കേന്ദ്രമൊന്നും ചെയ്യാനില്ല, സംസ്ഥാനം മാത്രമേ ചെയ്യാനുള്ളൂ എന്ന പുതിയ പ്രഖ്യാപനത്തോടെയാണ് പുതിയ ഘട്ടം ആരംഭിച്ചത്. അപ്പോൾ അതിനുവേണ്ടിയാണ് BJPക്ക് ഉള്ള ആ വാദം പിന്തുണയ്ക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ ഇവിടെ നിന്നുള്ള പ്രകടനം എന്നും അദ്ദേഹം പ്രഖ്യാപിച്ച കാര്യം നോക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. സാർ, ന്യൂനപക്ഷ പ്രവർത്തനങ്ങൾ ഈ സർക്കാർ പ്രധാനപ്പെട്ട പ്രാധാന്യം നൽകിക്കൊണ്ടാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പാർശ്വവൽക്കരിക്കപ്പെട്ട എല്ലാ വിഭാഗം ജനങ്ങളുടെയും താല്പര്യങ്ങളുടെ സംരക്ഷണം എന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രഖ്യാപിതമായ നയമാണ്. ഇവിടെ ഇപ്പോൾ ചില കാര്യങ്ങൾ സൂചിപ്പിക്കണം, അല്ലെങ്കിൽ ഒടുവിലേക്ക് വരാൻ ഇവിടെ ചുരുക്കി പറയുന്നുള്ളൂ. ഇപ്പോൾ പുതിയ പദ്ധതികൾ ഓരോ വർഷവും പരമാവധി കൊണ്ടുവരാനും നിലവിലുള്ള പദ്ധതികൾ പരമാവധി ന്യൂനപക്ഷ ജനവിഭാഗങ്ങളിലേക്ക് എത്തിക്കാനും സർക്കാർ ശ്രമിക്കുന്നുണ്ട്. വിധവകൾക്കുള്ള ഭവന പുനരുദ്ധാരണ പദ്ധതി 50,000 രൂപ വരെ തിരിച്ചടയ്ക്കേണ്ടതില്ലാത്ത സഹായം നൽകുന്നുണ്ട്. ഈ വർഷം 710 ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യം നൽകാൻ കഴിഞ്ഞു. സ്പില്ലോവർ വിഭാഗത്തിൽ 515 വീടുകൾ പൂർത്തീകരിച്ചു. 400 പുതിയ വീടുകൾക്ക് ആദ്യഗഡു അനുവദിച്ചിട്ടുണ്ട്. 4 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. അതേപോലെ തന്നെ സാർ, ഇതേ ഘട്ടത്തിൽ ഇപ്പോൾ കഴിഞ്ഞ 19-ാം തീയതി പാർലമെൻറ്റിൽ കോൺഗ്രസിൻ്റെ മേധാവായി കൊടിക്കുമ്മൽ സുരേഷ് തന്നെ മിനിസ്ട്രി ഓഫ് മൈനോറിറ്റി അഫയേഴ്സ് കൊടുത്തിട്ടുള്ള കിരൺ റിജുവിൻ്റെ ഒരു മറുപടിയുണ്ട്. എല്ലാ സ്കോളർഷിപ്പും വെട്ടിക്കുറച്ചായിട്ട് ഇല്ലാതാക്കിയിരിക്കുന്നു, അലോക്കേഷൻ കുറച്ചിരിക്കുന്നു, മറ്റ് ആനുകൂല്യങ്ങളും സ്കോളർഷിപ്പുകളൊക്കെ സമാനമായിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ന്യൂനപക്ഷത്തിന് ഉള്ള ആളുകൾക്ക് അത് ലഭിക്കുന്നതാണ്, ന്യൂനപക്ഷത്തിന് വേണ്ടി മാത്രമുള്ള പദ്ധതികളൊന്നും തുടരേണ്ടതില്ല എന്ന കാഴ്ചപ്പാടാണ് ഈ കൊടിക്കുമ്മൽ സുരേഷിന് കൊടുത്തുള്ള മറുപടിയിലുള്ളത്. ആ കാര്യം പോലും ഇവിടുത്തെ ചർച്ചയിൽ കോൺഗ്രസിൻ്റെ ആരും പരാമർശിച്ചതായി കണ്ടില്ല. എന്നാൽ ഇവിടെ അവർ നിർത്തിയ സ്കോളർഷിപ്പുകൾ ഉൾപ്പെടെ ഇപ്പോൾ 1 മുതൽ 8 വരെയുള്ള ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്ക് പ്രീ മെട്രിക് സ്കോളർഷിപ്പ് പദ്ധതി അത് കേന്ദ്ര സർക്കാർ പിൻവലിച്ചപ്പോൾ നമ്മൾ മൗലാന ആസാദ് നാഷണൽ ഫെലോഷിപ്പ് അവർ നിർത്തലാക്കി. അതിൻ്റെ ഭാഗമായിട്ട് 3000 കോടി രൂപ കേന്ദ്രം വെട്ടിക്കുറച്ചു. ഇതിനിടയിൽ നമ്മൾ ഇത്തരം സംവിധാനങ്ങളെല്ലാം തന്നെ പുതിയ പേരിൽ പ്രീ മെട്രിക് അവർ നിർത്തിയപ്പോൾ മാർഗദീപം എന്ന പേരിൽ പുതിയ സ്കോളർഷിപ്പ് ഏർപ്പെടുത്തി. 20 കോടി രൂപ ഇവന് വകയിരുത്തി. മാർച്ച് 31-നകം തന്നെ ഈ തുക ചെലവഴിക്കുന്നതിനാണ് ഇപ്പോൾ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. ഇത് കൂടാതെ 11 സ്കോളർഷിപ്പ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഇവിടെ വന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നം സാർ, ഈ ഫണ്ടൊന്നും ചെലവഴിക്കുന്നില്ല, വകമാറ്റിയിട്ടാണ് ചെലവഴിച്ചിട്ടുള്ളത്. ന്യൂനപക്ഷ സ്കോളർഷിപ്പിന് അനുവദിച്ച ഒരു പണം പോലും വകമാറ്റി ചെലവഴിച്ചിട്ടില്ല എന്നാണ് സഭയെ അറിയിക്കാനുള്ളത്. അതിൽ തന്നെ പ്രധാനമായിട്ടും ഈ സഭയിൽ നടത്തിയ പ്രഖ്യാപനത്തിൻ്റെ തുടർച്ചയിൽ ഇവിടെ മുഖ്യമന്ത്രി തന്നെ നടത്തിയ പ്രസ്താവന തുടർച്ചയിൽ സ്കോളർഷിപ്പുകളെല്ലാം തന്നെ പ്ലാനിൻ്റെ കട്ടിങ്ങിൽ നിന്നും മറ്റ് റീ അപ്രോപ്രിയേഷനിൽ നിന്നും സ്കോളർഷിപ്പുകൾ ഒഴിവാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് സ്കോളർഷിപ്പിൽ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ APJ അബ്ദുൽ കലാം ഈ വർഷം 40.62 ലക്ഷം രൂപ ചെലവഴിച്ചു. CH മുഹമ്മദ് കോയ സ്കോളർഷിപ്പ് 8 കോടിയാണ് ഭരണാനുമതി ഉണ്ടായത്. 7.46 ലക്ഷം രൂപ ചെലവഴിച്ചു കഴിഞ്ഞു. പ്രൈവറ്റ് ITC റീഇംബേഴ്സ്മെൻറ്റ് സ്കീം അതിനായി 90 ലക്ഷം രൂപ 3.96 ലക്ഷം രൂപ ചെലവഴിച്ചു. 4.2 ലക്ഷം രൂപയ്ക്കാണ് ഭരണാനുമതി. ഇനിയും സമയം ബാക്കിയുണ്ട്. അത്രയും ചെലവഴിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ UGC CSIR നെറ്റ് കോച്ചിങ് 500 വിദ്യാർത്ഥികൾക്ക് 9 ലക്ഷം രൂപ ചെലവഴിച്ചു കഴിഞ്ഞു. ITI IIT IIM IMC വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പ് 20 ലക്ഷം രൂപയാണ് ഭരണാനുമതി. അതിനകത്ത് 18 ലക്ഷം രൂപയും ഇപ്പോൾ ഇതിനകം തന്നെ ചെലവഴിച്ചു കഴിഞ്ഞു. മദർ തെരേസ സ്കോളർഷിപ്പ് 67.51 ലക്ഷം രൂപയാണ് AS നൽകിയിട്ടുള്ളത്. അതിൽ 60.78 ലക്ഷം രൂപയും ഇപ്പോൾ നൽകി വിതരണം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പ് അതിനകത്ത് 4815 വിദ്യാർത്ഥികൾക്കായി വകയിരുത്തിയ മുഴുവൻ തുകയും 100% അലോക്കേഷൻ ഇപ്പോൾ കഴിഞ്ഞു. അപ്പോഴാണ് ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്കുള്ള സ്കോളർഷിപ്പ് ഒന്നും വിതരണം ചെയ്യുന്നില്ല, വകമാറ്റി ചെലവഴിച്ചു എന്ന് ഇവിടെ ബഹുമാനായ ശ്രീ ശംസുദ്ദീൻ സൂചിപ്പിക്കുകയുണ്ടായി. ഇത് 100% കഴിഞ്ഞു. മറ്റൊന്ന് മദർ തെരേസ സ്കോളർഷിപ്പ് ആണെങ്കിൽ 67.51 60.78 ലക്ഷം രൂപയും ചെലവഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. വിദേശ പഠനത്തിനുള്ള സ്കോളർഷിപ്പ്
144.26 ലക്ഷം രൂപ ഇതിനകം നൽകി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ വിദ്യാഭ്യാസത്തിന് എടുക്കുന്ന വായ്പയുടെ പലിശയുടെ ധനസഹായമായി 50,000 രൂപയുടെയാണ് ഈ ഘട്ടത്തിൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇബ്രാഹിം സുലൈമാൻ സെട്ട് ഉറുദു സ്കോളർഷിപ്പ് അതിനകത്ത് 1000 രൂപ നിരക്കിലാണ്. അത് മാർച്ച് 31 വിതരണം ചെയ്യാൻ നടപടികളാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ് PMGVK. അവന് 60% കേന്ദ്ര ഷെയറും 40% നമ്മുടെ ഷെയറുമാണ്. ഇപ്പോൾ അവരുടെ ഷെയർ വലിയ തോതിൽ വെട്ടിക്കുറയ്ക്കുകയാണ്. നമ്മൾ അതിനിടയിൽ 37 പ്രൊജക്റ്റുകൾ പൂർത്തീകരിച്ചു. 49 കോടി രൂപ ഇതിനായി ചെലവഴിച്ചിട്ടുണ്ട്. 21 പദ്ധതികളുടെ പ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. 143.49 കോടി രൂപ ചെലവ് വരുന്ന പദ്ധതികളാണ്. 425 കോടി രൂപയുടെ പദ്ധതികൾക്ക് നമ്മൾ അനുമതിക്ക് വേണ്ടി സമർപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുവരെയും യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ അനുമതി ലഭിച്ചിട്ടില്ല. അതുപോലെ വിധവകൾക്ക് സ്വയം തൊഴിൽ നൽകുന്ന പദ്ധതി, ആ പദ്ധതിയും ഗവൺമെൻറ് നടപ്പിലാക്കി വരുന്നുണ്ട്. 1 ലക്ഷം രൂപ വരെ തൊഴിൽ സംരംഭം ആരംഭിക്കാൻ നൽകുന്ന പദ്ധതിയാണ്. 5 കോടി രൂപ ഇതിന് വകയിരുത്തിയിട്ടുണ്ട്. പിന്നെ കേരള സംസ്ഥാന ന്യൂനപക്ഷ യുവജന പരിശീലന കേന്ദ്രങ്ങൾ എല്ലാ ജില്ലയിലും പ്രവർത്തിക്കുന്നുണ്ട്. 24 പരിശീലന കേന്ദ്രങ്ങൾ, 27 ഉപപരിശീലന കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ JB കോശി കമ്മീഷന്റെ ശുപാർശ കൂടി പരിഗണിച്ച് ഒരു പുതുതായി 11 കേന്ദ്രങ്ങൾ കൂടി ആരംഭിക്കുന്ന കാര്യം സർക്കാർ പരിഗണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കേന്ദ്രങ്ങളിലെല്ലാമായി 2500ഓളം ന്യൂനപക്ഷ ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ പരിശീലനം നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ പരിശീലനം കിട്ടിയ 100 കണക്കിന് ആളുകൾക്ക് ജോലി കിട്ടി എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്. അതേപോലെ തന്നെ ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ നല്ല രീതിയിൽ വായ്പ നൽകി പ്രവർത്തിക്കുന്നുണ്ട്. 15-ലേറെ വായ്പാ പദ്ധതികൾ നടപ്പിലാക്കുന്നു. നേരത്തെ സർക്കാർ ഗ്യാരണ്ടി 50 കോടിയായിരുന്നു. ഇപ്പോൾ നമ്മൾ 100 കോടിയായിട്ട് ഗ്യാരണ്ടി ഉയർത്തിയിട്ടുണ്ട്. വായ്പ എടുത്ത് തിരിച്ചടയ്ക്കാൻ കഴിയാത്തവർക്ക് ഇളവ് നൽകി ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി അദാലത്ത് സംസ്ഥാനത്തുടനീളം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ കോർപ്പറേഷൻ പ്രവർത്തനം വിപുലീകരിക്കുന്നതിനായി എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും കോർപ്പറേഷൻ ശാഖകൾ തുടങ്ങുന്ന നടപടി പുരോഗമിക്കുന്നു. നിലവിൽ കോഴിക്കോട് ഹെഡ് ഓഫീസും കാസർഗോഡ്, മലപ്പുറം, എറണാകുളം, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ 5 റീജിയണൽ ഓഫീസും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നേരത്തെ നൽകിയിരുന്ന വായ്പ 4 ഇരട്ടിയെ വർദ്ധിച്ചിട്ടുണ്ട്. സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് കേരളത്തിൽ എങ്ങനെ നടപ്പിലാക്കണം, അതിനാണ് പാലോടി കമ്മിറ്റിയെ നിയോഗിച്ചത്. ആ റിപ്പോർട്ട് അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ ആദ്യമായി ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് രൂപീകരിച്ചു. അതിനെ തുടർച്ചയായിക്കൊണ്ട് ന്യൂനപക്ഷ ഡയറക്ടറേറ്റ്, ന്യൂനപക്ഷ സെല്ല്, മദ്രസ അധ്യാപകർക്ക് ക്ഷേമനിധി, ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ എന്നിവയും രൂപീകരിക്കുകയുണ്ടായി. വഖഫ് ബോർഡിൻ്റെ പ്രവർത്തനങ്ങൾ സജീവമായി നടക്കുന്നുണ്ട്. ഹജ്ജ് തീർത്ഥാടനത്തിന് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഹജ്ജ് തീർത്ഥാടനത്തിന് പോയ കാലമാണ് ഈ ഘട്ടത്തിലുണ്ടായത്. കണ്ണൂർ പുതിയൊരു എംബാർക്കേഷൻ പോയിന്റ് അനുവദിപ്പിക്കാൻ സർക്കാരിന് കഴിഞ്ഞു. കഴിഞ്ഞ 2 വർഷവും ബജറ്റിൽ ഹജ്ജ് തീർത്ഥാടനത്തിനായി 1 കോടി രൂപ വീതം പ്രത്യേകം അനുവദിച്ചത് എടുത്തു പറയേണ്ടതാണ്. കോഴിക്കോട് നിലവിലുള്ള ഹജ്ജ് ഹൗസിനോട് ചേർന്ന് വനിതകൾക്ക് വേണ്ടി മാത്രം ഇപ്പോൾ അവർക്ക് ഒറ്റയ്ക്ക് പോകാവുന്ന പുതിയ മാറ്റങ്ങൾ വന്നതുകൂടി പരിഗണിച്ച് 36,000 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള വളരെ സൗകര്യങ്ങളുള്ള ഒരു പുതിയ സംവിധാനം അവിടെ വനിതാ ബ്ലോക്ക് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ കണ്ണൂർ എംബാർക്കേഷൻ പോയിന്റ് സ്ഥിരമായ ഒരു ഹജ്ജ് ടെർമിനൽ വേണമെന്ന് ആവശ്യമുണ്ടായിരുന്നു. അതിനുവേണ്ടി ഹജ്ജ് ഹൗസ് നിർമ്മിക്കുന്ന കാര്യം ഇപ്പോൾ സർക്കാരിൻ്റെ പരിഗണനയിലാണ്. 1 ഏക്കർ ഭൂമി അതിനുവേണ്ടി ഇപ്പോൾ തന്നെ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ മദ്രസ ക്ഷേമനിധി ബോർഡിനെ കുറിച്ചുള്ള ഒരു പൊതുവെ വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടി നടത്തിക്കൊടുക്കുന്ന പ്രചാരവേല, ശമ്പളമെല്ലാം സർക്കാരാണ് കൊടുക്കുന്നത്. പൂർണ്ണമായിട്ടും തെറ്റായ പ്രചാരവേലയാണ്. ഒരു ക്ഷേമനിധി ബോർഡിൻ്റെ സംവിധാനത്തിന് കീഴിൽ മറ്റെല്ലാ മേഖലയിലുള്ള ക്ഷേമനിധി പോലെ തന്നെയാണ് ഈ മേഖലയ്ക്കകത്തെ ക്ഷേമനിധി സംവിധാനവും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അംശാദായം വാങ്ങി അവർക്ക് ആവശ്യമായ ക്ഷേമം ഉറപ്പുവരുത്തുക എന്ന പൊതുവെയുള്ള ക്ഷേമനിധി ആനുകൂല്യങ്ങളുടെ ആ സംവിധാനം തന്നെയാണ് ഇവിടെയുമുള്ളത്. പിന്നെ സ്കോളർഷിപ്പ് JB കോശി കമ്മീഷൻ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അതിനകത്ത് ഇവിടെ പറഞ്ഞത് അതിനെ നടപടികളെടുക്കാൻ പുതിയൊരു കമ്മിറ്റിയെ ചീഫ് സെക്രട്ടറി നേതൃത്വത്തിൽ വേറൊരു കമ്മിറ്റിയെ വച്ചു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ആ കമ്മീഷൻ ശുപാർശകളിൽ 152 ശുപാർശകൾ ഇപ്പോൾ തന്നെ വിവിധ വകുപ്പുകൾ വിഭാഗം നടപ്പിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. ചിലത് മന്ത്രിസഭയുടെ തീരുമാനം ആവശ്യമായിട്ടുള്ളതുണ്ട്. 12 ശുപാർശകൾ മന്ത്രിസഭയുടെ പരിഗണനയിലേക്ക് വരുന്നതിനാവശ്യമായ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. സമയബന്ധിതമായി ഇത്തരം കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് വിവിധ സെക്രട്ടറി തല പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാനാണ് ചീഫ് സെക്രട്ടറി നേതൃത്വത്തിൽ ചുമതല ഏൽപ്പിച്ചിട്ടുള്ളത്. മുനമ്പം പ്രശ്നം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. സർക്കാരിൻ്റെ നിലപാട് വളരെ വ്യക്തമാണ്. അവിടെ താമസിക്കുന്ന ആളുകളുടെ നിയമപരമായ അവകാശം ഉറപ്പുവരുത്തണം. അത് വഖഫ് ഭൂമിയാണെങ്കിലും വഖഫ് ഭൂമി അല്ലെങ്കിലും ഉറപ്പുവരുത്തേണ്ടതുണ്ട്. 10 മിനിറ്റകം ഇവിടെല്ലാം പരിഹരിക്കാം എന്നാണ് ഒരു ഘട്ടത്തിൽ പറഞ്ഞിരുന്നത്. ഇപ്പോൾ എത്രമാത്രം ഗവൺമെൻറ്റിന് പരിശോധിക്കാൻ പോലും അധികാരമില്ല എന്നാണ് ഇപ്പോൾ കോടതി ഏറ്റവും ഒടുവിലത്തെ വിധിയിൽ പറഞ്ഞത്. സർക്കാർ എന്തായാലും അപ്പീൽ നൽകിയിട്ടുണ്ട്.
അത് അവിടെ ഉള്ള ആളുകളുടെ അവകാശം, അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ അവകാശം പൂർണ്ണമായും സംരക്ഷിക്കുക എന്നത് തന്നെയാണ് സർക്കാരിൻ്റെ കാഴ്ചപ്പാട്. അതിനാവശ്യമായിട്ടുള്ള പരിശോധനയ്ക്കാണ് കമ്മീഷൻ നിയോഗിച്ചിട്ടുള്ളത്. ഹൈക്കോടതിയുടെ അപ്പീലിൻ്റെ തുടർച്ചയിൽ മറ്റ് നടപടികൾ സ്വീകരിക്കുന്നതാണ്. എല്ലാവരുമായി ചർച്ച ചെയ്തുകൊണ്ട് ആ പ്രശ്നം പരിഹരിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ഇതാണ് പൊതുവെ ഉയർന്നു വന്നിട്ടുള്ള കാര്യങ്ങൾ. ഈ ഡിമാൻഡ് പാസ്സാക്കി തരുമെന്ന് അഭ്യർത്ഥിക്കുന്നു.